സാറേ, ഇന്ന് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് ദിനമാണ്. പോളിംഗ് പുരോഗമിക്കുന്നു. പക്ഷേ വയനാട് പൊതുവെ നമുക്കറിയാവുന്നതാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ഈ ഭൂരിപക്ഷത്തിനെ സംബന്ധിച്ച് അവസാനമുണ്ടായ വിവാദങ്ങൾ ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് തിരിച്ചടിയാകുമെന്നും ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം, നിയമസഭാ മണ്ഡലം ചേലക്കരയാണ്. ചേലക്കര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കോട്ട തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ 30,000-ലധികം വോട്ട് നേടി വിജയിച്ച ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇത്തവണ എന്ത് സംഭവിക്കും? ഇപ്പോൾ നമുക്ക് ആദ്യം വയനാട് ലോക്സഭയിലേക്ക് പോയാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റ് എന്നുള്ള മണ്ഡലമാണ്. അതുകൊണ്ടാണല്ലോ നോർത്ത് ഇന്ത്യ എല്ലാം വിട്ട് രാഹുൽ ഗാന്ധി അലഞ്ഞു തിരിയുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി വിജയിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയെ നെഞ്ചേറ്റി ലാളിച്ച് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഇപ്പം രണ്ടാമത് 24-ൽ ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ രാഹുൽ മറ്റൊരിടത്ത് നിന്ന് റായ്ബറേലിയിൽ നിന്ന് അല്ലേ മത്സരിച്ച് വിജയിച്ചു. ഇപ്പോൾ അദ്ദേഹം വയനാട് വിട്ടു. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ കൂടെ ഇവിടുന്ന് അങ്ങ് ജയിപ്പിച്ചു കൊണ്ടുപോയാൽ നെഹ്റു കുടുംബം മുഴുവൻ പാർലമെൻറ്റിൽ ഇരിക്കും. പക്ഷേ തുടക്ക സമയത്ത് എല്ലാവരും പറഞ്ഞു രാഹുലിനേക്കാൾ ഭൂരിപക്ഷം നേടും എന്നൊക്കെ. ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. വഖഫ് പ്രശ്നം നിൽക്കുകയാണ്, അത് കത്തിക്കയറി നിൽക്കുകയാണ്. വയനാട്ടിലുണ്ട്, തലപ്പുഴ ചില കുടുംബങ്ങൾക്ക് വഖഫിന്റെ. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ എടുക്കുമ്പോഴും അതിൽ നല്ല പങ്ക് മുസ്ലിം വോട്ടർമാരുണ്ട്. മുനമ്പത്ത് ക്രൈസ്തവ സഭ മുഴുവൻ പോരാടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ക്രൈസ്തവ സഭയുടെയും ഒക്കെ വോട്ട് ഏത് ഭാഗത്തേക്ക് പോകും നോക്കണം. ഇതിനകത്ത് തിരുവമ്പാടി, സുൽത്താൻ ബത്തേരി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനമാണ് ക്രൈസ്തവ സഭയ്ക്കുള്ളത്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ മുന്നണികളും മാറി മാറി പറയും നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും എന്നൊക്കെ പറയും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിന്നെ നമുക്കറിയാം ഇത് വേറൊരു വഴി കൂടെ അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രതിഫലനം എന്തായാലും വയനാട്ടിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പിണറായി വിജയൻ അവിടെ പോയി പ്രസംഗിച്ചത് തന്നെ എന്താണ്? LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും അവർ ഇവിടെ വലിയ മത തീവ്രവാദമാണ് ഉണ്ടാക്കുന്നത്. അതിനോടൊപ്പം തന്നെ അതിന് മുസ്ലിം ലീഗ് കൂട്ടുനിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഇപ്പം എന്താണ് മുസ്ലിങ്ങളെ ഇപ്പോൾ പിണറായി വിജയൻ പ്രീണിപ്പിക്കുന്നില്ല. ആ പ്രീണനം നടത്തിയപ്പോൾ ഹൈന്ദവ സമൂഹവും ക്രൈസ്തവ സമൂഹവും ഒക്കെ അങ്ങ് അകന്നുപോയി. ഇനി എന്നാ ഒരു കാര്യം ചെയ്യാം, മുസ്ലിം സമുദായത്തെ എതിർത്ത് പറഞ്ഞുകൊണ്ട് സംഘപരിവാർ എല്ലാവരും ഞെട്ടിക്കുന്നതാണ് മലപ്പുറം ജില്ലയുമായി ഉണ്ടായ പരാമർശം, സ്വർണ്ണക്കടത്തുമായി ഉണ്ടായ പരാമർശം. ആ സംഘപരിവാറിന്റെ നയം സ്വീകരിച്ചുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഹൈന്ദവ വോട്ടും ക്രൈസ്തവ വോട്ടും കൂടി സമാഹരിക്കാമെന്നാണ് പിണറായി വിജയന്റെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റത്തേ ഉള്ളൂ. അപ്പോൾ പിന്നെ പ്രിയങ്കയ്ക്ക് ഭൂരിപക്ഷം കുറയുന്നതിൻ്റെ മറ്റൊരു കാര്യം, LDFിൻ്റെ സ്ഥാനാർത്ഥി കരുത്തനാണ്, സത്യൻ മുഖേരിയാണ്, CPIയുടെ സമുന്നതനായ നേതാവാണ്. കൂടാതെ മുൻപ് അവിടെ മത്സരിച്ചിട്ട് 20,000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്, അത് ഈ മറ്റ് 2 സ്ഥാനാർത്ഥികളോട് കിടപിടിക്കത്തക്കവണ്ണം രംഗത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് പ്രിയങ്കയുടെ ഭൂരിപക്ഷം കുറയുകയും ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ചേലക്കരയിലേക്ക് വന്നാൽ, ചേലക്കരയാണ് CPM LDF അഭിമാന പോരാട്ടമാക്കി എടുത്തിരിക്കുന്നത്. ആ അഭിമാന പോരാട്ടമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് EP ജയരാജൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് വന്നിരിക്കുന്നത്. അതിൽ രണ്ടാം പിണറായി സർക്കാർ വൻ പരാജയമാണെന്നൊക്കെ പറയുന്നത് അത് ചേലക്കര തന്നെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ളതാണ്, വയനാടൊന്നും കണ്ടുകൊണ്ടുള്ളതല്ല. ചേലക്കര നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ CPMന് LDFന് അടിയാണത്, വലിയ അടിയാണത്. കാരണം 99-ൽ നിന്ന് കുറയും. ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട്, പിണറായി വിരുദ്ധ തരംഗം ഉണ്ട് എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്യും. കാരണം ചേലക്കര ഇവരെ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷെ പ്രതികൂല ഘടകങ്ങൾ നിരവധിയാണ്. 1 ഭരണവിരുദ്ധ വികാരം, 2 PP ദിവ്യ ആ വിഷയം, 3 ഇതുപോലുള്ള മറ്റ് അനുബന്ധമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ. ഇപ്പോൾ ഇതാ EP ജയരാജൻ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ
ചേലക്കരയിൽ സംഭവിക്കാൻ പോകുന്നത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യം തന്നെ ആയിരിക്കും. പിന്നെ അവർക്കൊരു പ്രതീക്ഷ ഉള്ളത് 2016 അവിടെ നിന്ന് വിജയിച്ച പ്രദീപ് കുമാറാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. ഇപ്പോൾ അദ്ദേഹത്തിന് അവിടെ ആ പ്രദേശത്ത് ആ ചേലക്കര മണ്ഡലത്തിൽ നല്ല ഒരു സ്വാധീനമുണ്ട്, ഒരു കാര്യപ്രാപ്തി ഉണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വേണ്ട തരത്തിൽ അവിടെ ഉയർന്നിട്ടില്ല. രമ്യ ഹരിദാസ് ഈ നിയമസഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന പാർലമെന്റ് മണ്ഡലമായ ആലത്തൂരിനെ പ്രതിനിധീകരിച്ചാണ് 2019 പാർലമെന്റിൽ പാട്ടും പാടി പോയിരുന്നത്. പാട്ട് പാടിയിട്ട് കാര്യമില്ല, മണ്ഡലത്തെ നോക്കണം, നന്നായിട്ട് അവിടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത് പോകണം. അത് ചെയ്തില്ല. അതോടൊപ്പം തന്നെ സാർ പ്രധാനപ്പെട്ട ചർച്ച ഈ രമ്യയുമായി ബന്ധപ്പെട്ട് രമ്യക്കാൾ അനുഭവ പരിചയം കൊണ്ട് ഏറ്റവും വലിയ മികച്ച സ്ഥാനാർത്ഥിയാണ് രാധാകൃഷ്ണൻ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പരാജയം സംഭവിച്ചതെന്നാണ് ചില കോൺഗ്രസ്സുകാർ. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അത് CPM-ലെ വേറിട്ടൊരു മുഖമാണ്. രാധാകൃഷ്ണൻ ഉള്ളതുകൊണ്ടാണ് പരാജയം സംഭവിച്ചതെന്നാണ് കോൺഗ്രസ്സുകാർ. രാധാകൃഷ്ണനെ ആർക്കും സമീപിക്കാം. വലിയ ഹുങ്കോ മറ്റ് പരിവേഷങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ, ഒരു കർഷകനാണ്. ഇന്നും മന്ത്രി പദവിയും MLA പണിയും MP പണിയും ഒന്നുമില്ലെങ്കിലും അവിടെ പോയി മണ്ണിനോട് മല്ലിട്ട് ജീവിക്കുന്ന ഒരാളാണ്. സ്റ്റേറ്റുകാർ എന്നിട്ടും ഇറങ്ങി പിന്നെയും കുറേ നടക്കണം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ. അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതം ആണ് അദ്ദേഹത്തിനുള്ളത്. വീട്ടിലേക്ക് റോഡില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് രാധാകൃഷ്ണനുള്ളത്. പിന്നെ രാധാകൃഷ്ണന് എല്ലാവരുമായിട്ടും അടുപ്പമുണ്ടെന്നുള്ളതാണ്. എന്നിട്ട് പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചേലക്കര മണ്ഡലത്തിൽ നിന്നുള്ള വോട്ട് വിഹിതം കുറഞ്ഞു. ആ കുറഞ്ഞത് രാധാകൃഷ്ണന്റെ കുഴപ്പമല്ല, പിണറായിക്കിട്ടുള്ള അടിയാണ്, അതാണ് കുറഞ്ഞത്. അതാണ് ഇനിയിപ്പോൾ ഈ ചേലക്കരയിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ ഈ ജനത്തിന് 2026 വരെ അങ്ങോട്ട് നോക്കിയിരിക്കാൻ വയ്യ, അടിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട്. പാർട്ടിയിലൊക്കെ വലിയ വിമർശനമല്ലേ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ സമ്മേളന കാലത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ EP ജയരാജൻ്റെ ഈ ആത്മകഥ ഈ അവസരത്തിൽ പൊട്ടിച്ചിരിക്കുന്നത്. കാരണം അതിൻ്റെ തിരിച്ചടി ചേലക്കരയിൽ ഉണ്ടാകും. ചേലക്കരയിൽ ഉണ്ടായാൽ ഇനിയിപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ LDF പറയും, LDF എന്ന് പറഞ്ഞാൽ CPM പറയും, ഭരണ തുടർച്ചയ്ക്കുള്ള അംഗീകാരമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയും. പക്ഷെ തോറ്റു കഴിഞ്ഞാൽ അതിനു മുമ്പ് ഒരു സൂചിപ്പിക്കാനുണ്ട്. എന്നാൽ 2 ദിവസം മുമ്പ് EP ജയരാജൻ പറഞ്ഞ ഇത് ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തലാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ആ ദിവസം തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവനയും CPI-ലെ C ദിവാകരനും പറഞ്ഞിട്ടുണ്ട്, ഇത് ഭരണത്തിനെ വിലയിരുത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കുമെന്നുള്ളത്. ഇത് തോറ്റു കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമാണെന്ന് CPM സമ്മതിക്കത്തില്ലല്ലോ. നിരവധി ഘടകങ്ങളല്ലേ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ 2021 മുതൽ പിണറായി വിജയൻ രണ്ടാമത് അധികാരമേറ്റ് വരുന്ന സമയം മുതൽ ഈ പിന്നെ പലതരത്തിൽ പാർട്ടിയെയും ഭരണത്തെയും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് പിണറായിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പിണറായിയുടെ ഏകഛത്രാധിപതിയായിട്ടുള്ള ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാർട്ടിയെയും ഭരണത്തിനെയും മുഴുവനായിട്ട് തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ. അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഇപ്പോഴാണ് പലർക്കും കഴിഞ്ഞത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പാർട്ടി താഴെ തട്ട് മുതൽ ചോദ്യങ്ങൾ ഉയർന്നല്ലോ. ഇനി അത് കൂടും. പാർട്ടി സമ്മേളനം പിന്നെ വിപുലമായി വരികയാണ്, ജില്ലാ സമ്മേളനത്തിലേക്കൊക്കെ വരികയാണ്. ആ ജില്ലാ സമ്മേളനത്തിലൊക്കെ വരുമ്പോൾ പിണറായി വിജയൻ അവിടെ ഉത്തരം കൊടുക്കേണ്ടി വരും. അപ്പോൾ ചേലക്കരയിലൂടെ തോറ്റു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ചേലക്കരയിൽ NDAയുടെ സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥി സമർത്ഥനാണ്. അദ്ദേഹത്തിന് മണ്ഡലത്തെ നന്നായിട്ട് അറിയുന്ന ആളാണ്, മണ്ഡലവും അദ്ദേഹത്തെ നന്നായിട്ട് അറിയുമെന്നുള്ളതാണ്. തിരുവല്ലാമല പഞ്ചായത്ത് ഭരിക്കുന്നത് BJP-യാണ്. ആ ഭരണത്തിന് അങ്ങനെ ഒരു നേട്ടം BJPക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള നേതൃത്വം വഹിച്ചത് BJPയുടെ സ്ഥാനാർത്ഥിയായ ബാലകൃഷ്ണനാണ്. അതൊക്കെ BJP വിജയസാധ്യത ഉണ്ടെന്നല്ല പറയുന്നത്, BJP അവിടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും. ഇത് രാധാകൃഷ്ണനെയും ഒക്കെ രാധാകൃഷ്ണനല്ല പ്രദീപിനെ BJPയുടെ വോട്ട് ഷെയർ കൂടുകയാണെങ്കിൽ അത് ആരെയായിരിക്കും ബാധിക്കുന്നത്? അത് തീർച്ചയായിട്ടും രാധാകൃഷ്ണൻ CPM-നെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം ഒരു നല്ല ഫേസാണ് പ്രദീപ് കുമാർ. പക്ഷേ ഇവിടെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതും കൂടി ഉറപ്പായ കാര്യം. BJPയുടെ വോട്ട് വർധന എന്തായാലും CPM-ലേക്ക് തന്നെ വരും.
ബാധിക്കുമെന്നുള്ളതാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, ആലപ്പുഴയിലൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് CPM-ന്റെ പണ്ടൊരു കാലത്ത് UDF ആയിരുന്നു വലിയ രീതിയിൽ ബാധിച്ചത്. ഇപ്പൊ അത് CPM-ലേക്ക് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പൊ രമ്യയുടെ വിജയം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ടും കഴിയത്തില്ല. ചേലക്കര ഇച്ചിരി നിർണായകമായിട്ട് നിൽക്കുന്നിടമാണ്.